ദൃശ്യം 2-ലൊക്കെ ഞാൻ അഭിനയിച്ചു. ഇനി ജിത്തു ദൃശ്യം 3-ൽ വിളിച്ചാൽ അഭിനയിക്കണമെങ്കിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അനുവാദം തരണം. കാരണം മന്ത്രി എന്ന നിലയിൽ അഭിനയിക്കാൻ എനിക്ക് പ്രയാസമില്ല, എനിക്ക് ഇഷ്ടമുള്ള ജോലിയാണ്. ഞാനത് എന്നോടെപ്പോഴും LDF-ൻ്റെ നേതാക്കളും എൻ്റെ സഹപ്രവർത്തകരായ MLA-മാരും എല്ലാവരും പറയും, അഭിനയം നിർത്തിക്കളയരുത് കേട്ടോ, ഇതൊക്കെ രാഷ്ട്രീയമൊക്കെ അവിടെ നിൽക്കട്ടെ, അഭിനയം നിർത്തരുതെന്നാണ്. എനിക്ക് ഏറ്റവും സന്തോഷം തരുന്നൊരു കാര്യമാണ് അവൻ ഒരു സിനിമാ നടനായിട്ട് മലയാളികളുടെ മനസ്സിൽ ഇഷ്ടപ്പെടുന്ന ഒരാളായി ജീവിക്കണമെന്ന് മാത്രം ആഗ്രഹിച്ചിട്ടുള്ളൂ. അല്ലാതെ മറ്റെല്ലാം എനിക്ക് എങ്ങനെയോ കിട്ടിയ ബോണസുകളോ ഒക്കെയാണ്. അതിലൊരുപാട് ജിത്തുവിൻ്റെ അവസാന പടത്തിലാണല്ലോ അഭിനയിച്ചത്. നേരി ദൃശ്യം 3 ഉണ്ടാവും അറിയില്ല, ജിത്തുവാണ് തീരുമാനിക്കേണ്ടത്. പക്ഷേ ഈ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജിത്തു തീരുമാനിച്ചു കഴിഞ്ഞാൽ എന്നെ അറിയിച്ചാൽ ഞാൻ മുഖ്യമന്ത്രിയോട് ചോദിച്ചാൽ അദ്ദേഹം അനുവാദം തന്നാൽ 3-ൽ അഭിനയിക്കണമെന്ന് ആഗ്രഹമുണ്ട്. ദൃശ്യം 2 വളരെ നല്ല പടമായിരുന്നു. അപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് ഖുറാനി പറയുന്ന പോലെ നീ കഴിക്കുന്ന ഓരോ ധാന്യത്തിലും നിൻ്റെ നാമം എഴുതപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്നത് വളരെ ശരിയാണ്. ഞാൻ അഭിനയിച്ച നേരിൽ എൻ്റെ നാമം എഴുതിയിട്ടുണ്ടായിരുന്നു തമ്പുരാൻ എന്ന് ഞാൻ വിശ്വസിക്കുന്നു.